ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തോ അവസാനിപ്പിച്ചു എന്നാണ്. അതായത് ഒന്നുകിൽ എന്തോ ഒരു കാര്യം അവസാനിപ്പിച്ചു, ഇല്ലെങ്കിൽ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. കാരണം ടവറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചില സിറ്റുവേഷൻ എന്തായാൽ മാത്രമേ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയുള്ളൂ. മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഡിസിഷൻ ഇന്നത്തെ ദിവസം ഇവർ എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു സിറ്റുവേഷനിലും ട്രാപ്ഡ് ആയിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ഇവിടെ ഇവർ ഒരു ബന്ധനത്തിലിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ആ ഒരു ബന്ധനത്തിൽ നിന്ന് മുക്തനാവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവരുടെ സോൾ എന്താണോ പറയുന്നത് അത് ഇവർ കേൾക്കുന്നതാണ്. ഇവരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് ഇവർ ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. ലവ് ലൈഫിൽ ഇവിടെ ഒരു വലിയ ഷിഫ്റ്റ് വരാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒരു ഹാപ്പി ചേഞ്ച് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തോ വലിയൊരു ഡിസിഷൻ എടുക്കുന്നതാണ്. ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിലൂടെ വലിയൊരു ചേഞ്ച് വരുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ എന്ത് ട്രാപ്ഡ് സിറ്റുവേഷൻ ആണെങ്കിലും അതിൽ സന്തോഷവാനല്ല. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഹാപ്പി ഫാമിലിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും ഫാമിലി ഇഷ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. പേരൻസ് ഇടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പേരൻസ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് റെഡി ആകുന്നില്ല. അത് കാരണം ഭയങ്കരമായിട്ട് ഒബ്സ്റ്റിക്കിൾസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് സമയമെടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവർ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല, പക്ഷെ ഉറപ്പായിട്ടും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. ഇപ്പോൾ ഇവർ നിങ്ങളോടൊന്നും തന്നെ പറയത്തില്ല, കാരണം ഇപ്പോൾ ഇവർ ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ കോൺഫ്ലിക്റ്റിലാണുള്ളത്. ഇവിടെ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, കാരണം നിങ്ങളുടെ ബന്ധത്തിന് ഡിവൈൻ്റെ ആ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഡിവൈൻ്റെ ബ്ലെസ്സിങ് ഉള്ള ബന്ധത്തെ ആർക്കും തന്നെ വേർപിരിക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ ദൈവിക ശക്തികളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പിടിച്ചു വച്ചേക്കുകയാണ്, കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടുന്ന കാര്യം ഇവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. നിങ്ങൾ ഇവർക്ക് വേണ്ടി വളരെ പ്രഷ്യസ് ആണ്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ കെയർഫ്രീ ആയിട്ട് ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരുടെ ലൈഫിലാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്, അതായത് നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ജീവിതം നല്ലതായിട്ട് പോകും എന്ന് ചിന്തിക്കുന്ന ആളാണ് നിങ്ങളുടെ പേഴ്സൺ. അല്ല, നിങ്ങളില്ലെങ്കിൽ ഇവർക്ക് ഒട്ടും തന്നെ ജീവിക്കുവാൻ സാധിക്കത്തില്ല, നിങ്ങളാണ് ഇവരുടെ എല്ലാം എന്ന് ചിന്തിക്കുന്ന ആളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഉറപ്പായിട്ടും അവിടെ ദൈവിക ശക്തികളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങളുടെ പേഴ്സണ് കിട്ടുകയും അവിടെ ഒരു ആക്ഷൻ പോസിറ്റീവായിട്ട് ഉള്ള ആക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അല്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല, നിങ്ങളെ ഒരു എന്താ പറയുക ഓപ്ഷനായിട്ടാണ് കാണുന്നത് എങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മോശം കാര്യമായിരിക്കും നടക്കുന്നത്. ഇവിടെ ടവറിൻ്റെ കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ പവർഫുള്ളായിട്ടുള്ള ഒരു ആക്ഷൻ തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുമെന്നാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് അവിടെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ആക്ഷൻ ഇവർ എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കറണ്ട് ഫീലിംഗ് ആയിട്ട്. ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 2 നമ്പറാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. മിനിമം 2 hours അല്ലെങ്കിൽ 20 hours, മാക്സിമം 2 daysനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ്. വരാൻ പോകുന്ന 2 ദിവസം ഭയങ്കര ഹെവി ആയിരിക്കും നിങ്ങളുടെ പേഴ്സണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയെ കൊണ്ട് ഒത്തിരി സഫറിങ്, പെയിന് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് ഒത്തിരി സഫറിങ് സിറ്റുവേഷൻ അനുഭവിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ. ഒരു 369ൻ്റെ വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 144ൻ്റെ സിങ്ക്രോണിസിറ്റിയും 9669ൻ്റെ സിങ്ക്രോണിസിറ്റിയും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ രീതിയിലുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ നമ്പേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിന് ശേഷം അടിക്കടി കാണുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സണെ എല്ലാവരും തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇവരേക്ക് വേദന കൊടുക്കുന്നവരാരാണോ അവരിൽ നിന്ന് ദൂരെ താമസിക്കുവാൻ, അവരിൽ നിന്ന് ദൂരെ നിൽക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്.
ഒറ്റയ്ക്ക് താമസിക്കുവാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാനാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് സഫറിങ് കൊടുക്കുന്ന ആൾക്കാരുടെ വൈബ്സ് ഇവർക്ക് വളരെയധികം നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് ദൂരെ മാറുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടുള്ള എനർജിയിലാണുള്ളത്. ഇവിടെ ഇവർ ഒറ്റയ്ക്കിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ എപ്പോഴൊക്കെയാണ് ഒറ്റയ്ക്കിരുന്ന് അപ്പൊക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യുക, അങ്ങനെയൊക്കെ. കുറേ ആൾക്കാർക്ക് ഈ ഒരു ടൈം പീരീഡിൽ മെസ്സേജോ കോൾസോ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്. ഇവർ എപ്പോഴൊക്കെ ഒറ്റയ്ക്കിരിക്കുവാൻ ശ്രമിക്കുന്നു അപ്പോഴെല്ലാം സാഡ് എനർജിയിലായിരിക്കും ഇവർ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നുള്ള തോന്നൽ ഇവർക്കുണ്ടാകും. ഇവിടെ ഏഞ്ചൽ നമ്പർ 999666696969 ഈ ഒരു നമ്പറിൻ്റെ വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നു. കൂടാതെ 444ൻ്റെ ആ ഒരു വൈബ്രേഷനും കാണാൻ സാധിക്കുന്നു. ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് അടിക്കടി കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ 369 നമ്പർ നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുകയാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. 999 നമ്പർ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സൈക്കിൾ എൻഡാവാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. 144 നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ശരിയായ ഒരു ദിശയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങൾ എന്ത് ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടാലും നിങ്ങൾ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് പറയുക. എന്നിട്ട് വിചാരിക്കുക എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ അപ്പോൾ മനസ്സിൽ വിചാരിക്കുക. ഇവിടെ ഓരോരോ ഏഞ്ചൽ നമ്പേഴ്സും കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് അതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. കാരണം നിങ്ങളുടെ എനർജി വേറെയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വേറെയാണ്. അപ്പോൾ ഓരോ ഏഞ്ചൽ നമ്പേഴ്സും കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് വരും, കോൾ വരും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. എന്താണോ നിങ്ങളുടെ ലൈഫിൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള സൂചനകൾ ഏഞ്ചൽസ് തരുന്നതാണ്. അതിന് നിങ്ങൾ സ്വീകരിക്കുക. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് സ്വീകരിക്കുക. മെയിനായിട്ടുള്ള മാസ് നമ്പർ 1111 ആണ്. നിങ്ങൾക്ക് ഈ ഒരു നമ്പർ അടിക്കടി കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് വരാൻ പോകുകയാണ് എന്ന്. അപ്പോൾ ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് തന്നെ റെസ്റ്റ് കൊടുക്കുക, റിജനുവേറ്റ് ആവുക നിങ്ങൾ എന്നാണ്. നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ബിസി ഷെഡ്യൂളിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ കുറച്ച് നേരം നിങ്ങൾക്ക് റെസ്റ്റ് കൊടുത്ത് നിങ്ങൾ റിലാക്സ് ആവാൻ ശ്രമിക്കുക. മൈൻഡ്, സോൾ, ബോഡി ഇതിനെ കണക്റ്റ് ആക്കൂ യൂണിവേഴ്സുമായി എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ അലൈൻമെൻറ്റിൽ വന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും ഫുൾഫിൽമെൻ്റ് ആവുകയുള്ളൂ. നിങ്ങൾ അലൈൻമെൻറ്റിൽ യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻറ്റിൽ വരാതെ പെട്ടെന്ന് നിങ്ങളുടെ വിഷസ് ഒന്നും ഫുൾഫിൽ ആവത്തില്ല. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുവാൻ ശ്രമിക്കുക. എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ ഈ കാര്യത്തിന് നിങ്ങൾ ലോജിക്ക് യൂസ് ചെയ്യാൻ പാടില്ല. വരാൻ പോകുന്ന സമയം കുറേ ചലഞ്ചസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായി വരുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ചില ആൾക്കാർക്ക് വരാൻ പോകുന്ന ഈ 2 ദിവസം വളരെ ചലഞ്ച് ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഇങ്ങനെയുള്ള സമയം നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആവാൻ കുഞ്ഞുങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ബിസിയായിട്ട് വയ്ക്കുക. ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ചലഞ്ചസും വരും. അപ്പോൾ അവർക്ക് തോന്നും നിങ്ങൾ ഒരു വർത്തും ഇല്ല എന്ന്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും വിലയില്ലാത്ത ആളല്ല എന്നൊരിക്കലും നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ പാടില്ല. നിങ്ങൾ ഒരു അമൂല്യ വസ്തുവാണ്, നിങ്ങൾക്ക് വിലമതിപ്പുള്ള ഒരു വസ്തുവാണ് നിങ്ങൾ എന്നെപ്പോഴും നിങ്ങളെ തന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു വിലയുമില്ല, ആരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കരുത് നിങ്ങൾ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കുറച്ച് ഹെവിയാണ് 2 ദിവസം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ റിസൾട്ട് നിങ്ങൾക്ക് നേരെ വളരെ പോസിറ്റീവാണ്, ഫേവറിലാണ് വന്നിരിക്കുന്നത്. അവരുടെ എനർജി ഹെവി ആയത് കാരണം നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ കുറച്ച് ശ്രദ്ധാലുവായിട്ടിരിക്കുക അവരോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.